നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 19-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 23-നാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെയുണ്ടാകും. ജൂൺ 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. പെരുമാറ്റച്ചട്ടം ഉടൻ നിലവിൽ വരും. 3-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ജൂൺ 5-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ജൂൺ 19-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അതേസമയം തെരഞ്ഞെടുപ്പിന് LDF സർവ്വസജ്ജമാണ് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുകയാണ്. നിലമ്പൂരിൽ ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നതിനാൽ LDFനും UDFനും ഏറെ നിർണായകം തന്നെയാണ് നിലമ്പൂരിലെ ജനവിധി. സംസ്ഥാന സർക്കാരിനോടും CPM-നോടും കലഹിച്ചാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. കേരള പോലീസിൽ അഴിമതിക്കാരും കൊട്ടേഷൻ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളടക്കം ഉന്നയിച്ചായിരുന്നു അൻവർ കലാപക്കൊടി ഉയർത്തിയത്. പിന്നാലെ അൻവർ DMK എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു. കോൺഗ്രസ് കോട്ടയായിരുന്ന നിലമ്പൂർ മുൻ കോൺഗ്രസ്സുകാരനായ അൻവറിലൂടെ CPM പിടിച്ചെടുക്കുന്നത് 2016-ലാണ്. പിന്നീട് 2021-ലും അൻവറിലൂടെ നിലമ്പൂർ CPM നിലനിർത്തി. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ട് അൻവറിന് CPM-ഉം CPM-നും അൻവറും അനഭിമതനായത്.